ഹലോ, ഞാൻ സിനി ഡൊമിനിക്, ഫൗണ്ടർ ഓഫ് ഏഞ്ചലിക് മൈൻഡ് കൗൺസിലിംഗ് സെന്റർ. നിങ്ങൾക്ക് നിങ്ങളുടെ ദേഷ്യത്തെ ഒന്ന് കൺട്രോൾ ചെയ്യണമെന്നുണ്ടോ? 24/7 ഹാപ്പിനെസ്സിൽ മൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ 2 ടിപ്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം. ടിപ്പ് നമ്പർ 1. നിങ്ങളൊരു ടി വി പ്രോഗ്രാം കാണുകയെന്ന് വിചാരിക്കുക. നല്ലൊരു പ്രോഗ്രാം. നിങ്ങൾ അതിന്റെ റിമോട്ട് കൺട്രോൾ എടുത്ത് വേറെ ഒരാൾക്ക് കൊടുക്കുമോ? ഇല്ല. നിങ്ങൾ ആ പ്രോഗ്രാം കഴിയുന്നത് വരെ നിങ്ങളുടെ കയ്യിലായിരിക്കാം ആ റിമോട്ടിന്റെ കൺട്രോള്, റൈറ്റ്? അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി, എന്നെ ദേഷ്യപ്പെടുത്തുന്ന, എന്നെ പ്രകോപിപ്പിക്കുന്ന, എന്നെ ഹേർട്ട് ചെയ്യുന്ന ആ ഒരു വ്യക്തിയുടെ കയ്യിലെ ഇനി എന്റെ ഇമോഷൻസിന്റെ റിമോട്ട് കൺട്രോൾ കൂടി ഞാൻ കൊടുക്കണോ? നോ 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 നോ, ഒരിക്കലും കൊടുക്കില്ല. അങ്ങനെ വിചാരിക്കുക. ഓക്കെ, ദേഷ്യപ്പെടുത്തി, പ്രകോപിപ്പിച്ചു, വിഷമിപ്പിച്ചു. ഇനി ഇമോഷൻസിന്റെ കൺട്രോൾ കൂടിയിട്ട് ആ ആൾക്ക് കൊടുക്കണോ? നോ നോ, അങ്ങനെ ചിന്തിക്കുക. ദെൻ സെക്കൻഡ് ടിപ്പ്, എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു 10 to 20 ടൈംസ് ഏതെങ്കിലും ഒരു പാട്ടിന്റെ പോലെയോ, അല്ലെങ്കിൽ നല്ലൊരു ടോണിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്രഷൻസിലോ, അല്ലെങ്കിൽ ആക്ഷൻസോട് കൂടിയിട്ടോ നിങ്ങൾ ചെയ്യുക, ഐ ചൂസ് ഹാപ്പിനെസ് ടുഡേ. ഒരു 20 ടൈംസ് നിങ്ങളത് റിപ്പീറ്റ് ചെയ്യുക. ഐ ചൂസ് ഹാപ്പിനെസ് ടുഡേ, ഐ ചൂസ് ഹാപ്പിനെസ് ടുഡേ, ഐ ചൂസ് ഹാപ്പിനെസ് ടുഡേ എന്നൊക്കെ നിങ്ങൾ പറയുക. ഒരു 20 ടൈംസ് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, ഏതെങ്കിലും ഒരു പാട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പാടിക്കഴിഞ്ഞാലേ, ഒരു 3-4 ടൈംസ് പാടിക്കഴിഞ്ഞാലേ ആ ഹോൾ ഡേ പലപ്പോഴായിട്ട് നമ്മുടെ മനസ്സിൽ ആ പാട്ട് ഇങ്ങനെ കയറി വരും, ഇല്ലേ? അതുപോലെ തന്നെയാണ്. അപ്പോ ഹോൾ ഡേ നമ്മുടെ മനസ്സിൽ വരും, ഐ ചൂസ് ഹാപ്പിനെസ് ടുഡേ. ഓ, ഇന്ന് ഹാപ്പിനെസ്സിൽ ഞാൻ ഇന്നത്തെ ഹോൾ ഡേ സ്പെൻഡ് ചെയ്യും എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഈ 2 ടിപ്പ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. 24/7 ഹാപ്പിനെസ്സിന് വേണ്ടി ഏഞ്ചലിക് മൈൻഡ് നിങ്ങളോടൊപ്പം.